കേരളത്തിന്റെ സുഗന്ധവിളത്തോട്ടമെന്ന് വിളിക്കാവുന്ന ജില്ലയാണ് ഇടുക്കി. ഏലവും കുരുമുളകുമൊക്കെ ഇവിടുത്തെ കുത്തക വിളകളാണ്. ദേശീയ ഖജനാവിന് ഗണ്യമായ തോതിൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഈ വിളകൾ തലമുറകളായി കൃഷി ചെയ്തു പോരുന്നവരാണ് ഇവിടുത്തെ കർഷകർ. ഇവിടുത്തെ മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്താൽ അടിമലിയിൽ ഏലത്തിന്റെ വിളവ് കുറവായിട്ടാണ് ലഭിക്കുന്നതെന്നാണ് സ്പൈസസ് ബോർഡിന്റെ കണക്ക്. ഇവിടെയാണ് CM മാത്യു എന്ന ഈ കർഷകന്റെ മികവ് നമുക്ക് മനസ്സിലാവുന്നത്. ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പല വിളകളും പരീക്ഷിച്ചു നോക്കിയെങ്കിലും അവസാനം കഴിഞ്ഞ 4 വർഷമായി ഏലകൃഷി മാത്രം ചെയ്തു വരുന്നു. നടുന്ന രീതി, പരിചരണം, വളപ്രയോഗം എല്ലാം വ്യത്യസ്തമായതുകൊണ്ടാകാം ഒരു ചുവട്ടിൽ നിന്ന് 7 കിലോ ഏലക്ക വരെ ഇദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ബോധ്യപ്പെട്ട് സ്പൈസസ് ബോർഡ് ഈ കർഷകനെ ഈ വർഷത്തെ ദേശീയ അവാർഡിന് നിർദ്ദേശിച്ചിരിക്കുകയുമാണ്. ഇവിടെ ഇദ്ദേഹം പല ഏലച്ചെടികളും പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ളത് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത തടത്തിൽ ഗ്രീൻ ഗോൾഡ് എന്ന ഇനമാണ്. ഏലം കാപാകിയും ചിമ്പ് പറിച്ചു നട്ടുമാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി 3 അടി സമചതുരത്തിൽ കിളച്ച് അതിന്റെ നടുക്കായി 1/2 അടി താഴ്ചയിൽ കുഴിയെടുത്തു. ഇതിലേക്ക് കുറച്ച് കുമ്മായം ഉദ്ദേശം 1/2 കിലോയിൽ താഴെ വിതറി 20 ദിവസം വെറുതെ ഇടും. അതിനുശേഷം കമ്പോസ്റ്റ് വളമിട്ട് മണ്ണുമായി യോജിപ്പിക്കും. ഇതിലേക്കാണ് ചിമ്പ് പറിച്ചു നടുന്നത്. ചിമ്പ് മറിഞ്ഞു പോകാതിരിക്കാൻ ഒരു താങ്ങ് കൊടുത്ത് അതിലേക്ക് കെട്ടിവെക്കും. ചുവട്ടിൽ പുതയിട്ട് മൂടുകയും കൂടി ചെയ്താൽ പിന്നെ 2 മാസം കഴിഞ്ഞേ അടുത്ത വളപ്രയോഗം നടത്താറുള്ളൂ. കാലവർഷം തുടങ്ങുന്ന ജൂൺ മാസം ആദ്യമാണ് നടാൻ നല്ല സമയം. 18 മാസം കൊണ്ട് ഏലം കായ്ച്ചു തുടങ്ങും. ഇതിനിടയിൽ 3 വളപ്രയോഗമെങ്കിലും ആവശ്യമായി വരും. വർഷമായിട്ട് ഞാൻ ഏലകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിലായിട്ട് എനിക്ക് പുതിയൊരു ഏലം എനിക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു. ആ ഏലമാണ് എനിക്ക് കഴിഞ്ഞ അവാർഡിന് അർഹനാക്കിയത്. അത് ആ ചെടിയിൽ നിന്ന് എനിക്ക് 18 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിച്ചു. 4 കൊല്ലമായപ്പോൾ എനിക്ക് 8 കിലോയുടെ അടുത്ത് ഒരു ഏലത്തിൻ്റെ ചോട്ടിൽ നിന്ന് കായ എനിക്ക് എടുക്കാൻ സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ അടിമാലി സ്പൈസസ് ബോർഡിലെ ഫീൽഡ് ഓഫീസറായ ഇല സാറാണ് എനിക്ക് പ്രചോദനം തന്നത്. മാസങ്ങളിൽ 2 പ്രാവശ്യമെങ്കിലും എൻ്റെ തോട്ടം വിസിറ്റ് ചെയ്ത് എനിക്ക് ചെയ്യേണ്ട സമയത്ത് എനിക്ക് പറഞ്ഞു തരികയും അതനുസരിച്ച് ഞാൻ പെരുമാറുകയും ചെയ്തതിൻ്റെ പേരിലാണ് എനിക്ക് ഈ മികച്ച വിളവിന് എനിക്ക് എടുക്കാൻ സാധിച്ചത്. പിന്നീട് ഞാൻ എൻ്റെ കൃഷി രീതികളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ വേനൽക്കാലങ്ങളിലാണ് കൂടുതൽ ജൈവവളങ്ങൾ ഉപയോഗിക്കാറുള്ളത്. വേനൽക്കാലത്ത് ജൈവവളം ഇടുമ്പോൾ പുതിയ വേരുകൾ പൊട്ടി 6 മാസത്തിന് ശേഷം പുതിയ വേരുകൾ പൊട്ടി ആ ജൈവവളം മണ്ണിൽ കിടന്ന് പ്രോസസ്സായി ചെടികൾക്ക് വലിക്കാവുന്ന രീതിയിൽ പെട്ടെന്ന് ചെടി വലിച്ചെടുത്ത് ചെടി നല്ല രീതിയിൽ പുഷ്പിച്ച് ആദായം നമുക്ക് കൂടുതൽ ലഭിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 1.5 വർഷത്തിനുള്ളിലായി 2-3 തവണ ജൈവവള പ്രയോഗം ചെയ്യും. മഴക്കാലം ആരംഭിക്കുന്ന സമയത്ത് ബോഡോ മിശ്രിതം ഉപയോഗിക്കാറുണ്ട്. കടലപ്പിണ്ണാക്ക്, ചാണകം, സെറാമീൻ തുടങ്ങിയവയാണ് വളമായി പിന്നീട് ഉപയോഗിക്കുന്നത്. തണലുള്ള പ്രദേശത്താണ് സാധാരണയായി ഏലം കൃഷി ചെയ്യുന്നത്. ഇദ്ദേഹം പല തോട്ടങ്ങളിലായി ഉദ്ദേശം 30 ഏക്കർ സ്ഥലത്താണ് ഏലം നട്ടിരിക്കുന്നത്. കുറച്ചു ഭാഗത്ത് സിൽവർ ഓക്ക് മരങ്ങളാണ് തണലിനായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്.
മറ്റു ചില തോട്ടങ്ങളിൽ തണലിനായി ജാതിയും പ്ലാവും വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. ഈ ജാതിയിൽ നിന്ന് നല്ല കായ്ഫലം കിട്ടുന്നുണ്ട്. എന്നാൽ ജാതിക്ക് പ്രത്യേക പരിചരണമൊന്നുമില്ല. തണലിനായി നട്ടിരിക്കുന്ന മരത്തിൽ നിന്ന് പോലും ഈ തോട്ടത്തിൽ ആദായം ലഭിക്കുന്നു എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എട്ടടി നീളവും വീതിയും കണക്കാക്കിയാണ് ഏലച്ചെടികൾ നടുന്നത്. ഒരേക്കറിൽ കുറഞ്ഞത് 400 ചെടികൾ നടാൻ സാധിക്കും. ഇത് 4 വർഷമായ ചെടികളാണ്. ഇവിടെ ഒരു ചുവട്ടിൽ 80 മുതൽ 100 വരെ ചിമ്പുകളാണ് ഉള്ളത്. ഒരു ചിമ്പിൽ നിന്ന് കുറഞ്ഞത് 3 ശരം വരെ ഉണ്ടാകും. 100 ചിമ്പുകളുള്ള ഈ ചുവട്ടിൽ 300 മുതൽ 400 ശരങ്ങളാണ് മുളച്ചു വന്നിരിക്കുന്നത്. ഒരു ശരത്തിൽ 25 മുതൽ 35 വരെ കൊത്തുകൾ ഉണ്ടാകും. ഓരോ കൊത്തിലും 10 മുതൽ 15 വരെ ഏലക്കായും പിടിക്കും. ഒരു പൂ കാ ആയി വരാൻ 110 ദിവസമെടുക്കും. ഒരിക്കൽ കായ അടർത്തിയാൽ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഏലക്ക അടർത്താൻ സാധിക്കും. നല്ല കാലാവസ്ഥയാണെങ്കിൽ എല്ലാ മാസവും ഏലക്ക വിളവെടുപ്പ് സാധ്യമാകും. പൂർണ്ണമായി വിളവെടുപ്പ് കഴിഞ്ഞാൽ ശരം ചെത്തിക്കളയും. ചീഞ്ഞു പോകുന്ന ചിമ്പും ചെത്തിക്കളഞ്ഞ് ചുവടടുപ്പിച്ച് തിരഞ്ഞു കൂട്ടും. പുതുമഴ തുടങ്ങുമ്പോൾ ഈ ചുവട്ടിൽ നിന്ന് വീണ്ടും ശരം പൊട്ടിത്തുടങ്ങും. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇതിന് ചെറിയ വ്യത്യാസമുണ്ടാകും. ഈ രീതിയിൽ ഇതേ ചുവട് 8 മുതൽ 10 വർഷം വരെ നിലനിൽക്കുകയും വിളവെടുപ്പ് നടത്താൻ സാധിക്കുകയും ചെയ്യും. 4.5 കിലോ പച്ച ഏലക്ക ഉണക്കിയാൽ 1 കിലോ ഉണങ്ങിയ കായ് ലഭിക്കും. 1 കിലോയ്ക്ക് 750 രൂപ മുതൽ 1000 രൂപ വരെ വിലയ്ക്ക് ലേലം ചെയ്ത് വിൽക്കുകയാണ് പതിവ്. സ്പൈസസ് ബോർഡ് ഏലകൃഷി വികസിപ്പിക്കുന്നതിന് വേണ്ടി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഒന്നാണ് ഏലം പുനരുദ്ധാരണ കൃഷി, അതായത് കാർഡമം റീപ്ലാന്റിംഗ് സ്കീം എന്ന് പറയും. ഇതും പ്രകാരം 1 ഹെക്ടർ പുതിയതായിട്ട് ഏലം കൃഷി ചെയ്യുന്നതിന് സ്പൈസസ് ബോർഡ് 70,000 രൂപ നിരക്കിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നല്ല തരം ഏലത്തട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യൂണിറ്റിന് 25,000 രൂപ എന്ന നിരക്കിൽ കർഷകർക്ക് സബ്സിഡി കൊടുത്തു വരുന്നു. കൂടാതെ തന്നെ ഏലത്തിൻ്റെ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് നനയ്ക്കുന്നതിനും മറ്റ് സൗകര്യത്തിനും മോട്ടർ, വെള്ളമടിക്കുന്ന മോട്ടർ, അതുപോലെ തന്നെ ടാങ്കികൾ, കുളം, കിണറുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സബ്സിഡി കൊടുക്കുന്നുണ്ട്. മോട്ടർ വാങ്ങുന്നതിന് ഒരു മോട്ടറിന് 5,000 രൂപ നിരക്കിലും കുളം, കിണർ, ടാങ്കികൾ നിർമ്മിക്കുന്നതിന് 25,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു യൂണിറ്റിന് 20,000 രൂപ നിരക്കിലും സബ്സിഡി കൊടുത്തു വരുന്നു. അതുപോലെ തന്നെ ഏലത്തിൻ്റെ കായ ഉണങ്ങുന്നതിന് MIDH സ്കീമിൽപ്പെടുത്തി സ്പൈസസ് ബോർഡ് വഴി ഒരു യൂണിറ്റിന് മാക്സിമം 1,00,000 രൂപ നിരക്കിലും സബ്സിഡി കൊടുത്തു വരുന്നുണ്ട്. കൂടാതെ ഈ കർഷകർക്ക് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ കർഷകരുടെ അടുത്ത് തന്നെ ഫീൽഡ് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും തോട്ടങ്ങൾ സന്ദർശിച്ച് ഈ തോട്ടങ്ങളിലുള്ള പോരായ്മകൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും അങ്ങനെ ശാസ്ത്രീയമായ കൃഷിരീതികൾ നടത്തുവാൻ വേണ്ടിയിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട്.
മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കാറുണ്ട്. വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ പുരട്ടിയ മഞ്ഞ ഷീറ്റ് തോട്ടത്തിൽ പല ഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നു. മഞ്ഞ കളറിൽ ഈച്ച ആകർഷിക്കപ്പെട്ട് വേപ്പെണ്ണയിലൊട്ടി അവ നശിച്ചു പോകുന്നു. ത്രിപ്സ്, തണ്ടുതുരപ്പൻ പുഴു മുതലായവയ്ക്ക് അനുവദനീയമായ കീടനാശിനിയും ഉപയോഗിക്കാറുണ്ട്. ഇമിഡോക്ലോപ്രിഡ്, ലാംഡ സൈക്ലോത്രിൻ, നീം ഓയിൽ തുടങ്ങിയവ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യാറുണ്ട്. ഏലം നട്ടിരിക്കുന്നതിന്റെ ചുറ്റുമായി ചെമ്പരത്തി ധാരാളമായി ഇവിടെ നട്ടിരിക്കുന്നു. നേരിട്ട് വശങ്ങളിൽ വെയിലേൽക്കാതിരിക്കാനും വേരുപുഴു ശല്യം ഒഴിവാക്കാനും ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് CM മാത്യു പറയുന്നത്. പള്ളിവാസൽ പഞ്ചായത്തിലെ ഏറ്റവും അധികം ഏലം കൃഷി ചെയ്യുന്ന മേഖലയാണ് പീച്ചാട്. പീച്ചാട് മേഖലയിൽ വളരെ മികച്ച രീതിയിൽ ഏലകൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് മാത്യു ചങ്ങവനാടൻ. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ സ്പ്രിംഗ്ലർ, ഡ്രിപ്പ്, മണ്ണിര കമ്പോസ്റ്റ് എന്നീ ആധുനിക കൃഷിരീതികൾ അവലംബിച്ചിട്ടുണ്ട്. സ്വന്തമായി ഏലക്ക പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഡ്രയറും ഉപയോഗിച്ചു പോരുന്നു. ഡിസംബർ മുതൽ നന ആവശ്യമായി വരാറുണ്ട്. എന്നാലും ജനുവരി മുതൽ ഏപ്രിൽ വരെ ആഴ്ചയിൽ 2 നന അത്യാവശ്യമാണ്. ഇവിടെ അതിനും സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ മോഡലിൽ തോട്ടം മുഴുവൻ പൈപ്പിട്ടിരിക്കുന്നു. അതിൽ നിന്ന് ഓരോ ചുവട്ടിലേക്കും ഓരോ ചെറിയ പൈപ്പിട്ട് അതിൽ ചെറിയ സ്പ്രിംഗ്ലർ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ സംവിധാനം ഉപയോഗിച്ച് വെള്ളം പാഴാക്കാതെ ഏലച്ചുവട് നനയ്ക്കാൻ സാധിക്കുന്നു എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇതിനായി ഒരു വലിയ മോട്ടോറും 60,000 ലിറ്റർ വരെ വെള്ളം സംഭരിക്കാവുന്ന വലിയ ടാങ്കും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് കൃഷി വകുപ്പിൽ നിന്നും സബ്സിഡിയും ലഭിച്ചിട്ടുണ്ട്. ഏലക്കൃഷിയിൽ അടിക്കുന്ന മരുന്നുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്പൈസസ് ബോർഡ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് ഒരു ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത റൗണ്ട് അടുത്ത സീസണിലേക്ക് ആരംഭിക്കും. ഇതും പ്രകാരം നമ്മൾ കർഷകർ എന്തെല്ലാം മരുന്നുകൾ അടിക്കണം, ഏതെല്ലാം സമയത്ത് അടിക്കണം, ശരിയായ രീതിയിൽ കീടങ്ങളെയും അതുപോലെ തന്നെ രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിന് ഏതെല്ലാം ഡോസുകളിൽ കറക്റ്റ് സമയങ്ങളിൽ അടിക്കണമെന്നുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്യാമ്പയിനിൽ. ഈ കല്ലാർ ഏരിയയിലുള്ള ഏലത്തോട്ടങ്ങളിൽ ഏറ്റവും നന്നായിട്ട് കാണുന്നതും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദനക്ഷമത ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളതുമായ ഒരു കർഷകനാണ് CM മാത്യു. അദ്ദേഹത്തിന് കഴിഞ്ഞ 2015-16 വർഷത്തെ ഏറ്റവും നല്ല ഉൽപ്പാദനക്ഷമതയ്ക്കുള്ള ഏലകൃഷിക്കുള്ള ഉൽപ്പാദനക്ഷമതയ്ക്കുള്ള അവാർഡിനായിട്ട് അടിമാലി ഓഫീസിൽ നിന്ന് പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനത് ലഭിക്കാൻ കഴിയും എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏലയ്ക്ക അടർത്തുന്നതിനും തോട്ടം വൃത്തിയാക്കാനും വളപ്രയോഗം നടത്താനുമൊക്കെയായി 40-ൽ കൂടുതൽ തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. പറിച്ചെടുക്കുന്ന പച്ച ഏലയ്ക്ക ഒരു പ്രത്യേകതരം യന്ത്രം ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നു. ഇങ്ങനെ കഴുകിയെടുക്കുന്ന ഏലയ്ക്ക ഉണക്കാനായി ഇദ്ദേഹത്തിന് 2 ഡ്രയർ മെഷീനുകളുണ്ട്. ഡ്രയറിൽ ചൂടിനായി വിറക് കത്തിക്കുന്നു.
45 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂട് അകത്തേക്ക് കടത്തിവിടും. കഴുകിയെടുത്ത ഏലയ്ക്ക ഡ്രയറിൽ നിരത്തിയിടും. കട്ടി കൂടിയാലും ഉണങ്ങിക്കിട്ടും. ഏലയ്ക്ക വാടുന്നതിനനുസരിച്ച് ചൂട് കൂട്ടിക്കൊണ്ടിരിക്കും. 60 ഡിഗ്രി വരെയാകുമ്പോൾ ഏലയ്ക്ക ഉണങ്ങിയിരിക്കും. സാധാരണയായി 18 മുതൽ 22 മണിക്കൂർ വരെ സമയം ഒരു പ്രാവശ്യം ഉണക്കിയെടുക്കാൻ ആവശ്യമായി വരും. ഇദ്ദേഹത്തിന് 2 ഡ്രയറിലും കൂടി 1200 കിലോ ഏലയ്ക്ക വരെ ഒരേ സമയം ഉണക്കിയെടുക്കാൻ സാധിക്കുന്നു. ഉണങ്ങിയ കായുടെ പൂവും ഞെട്ടും എല്ലാം കായിൽ തന്നെ ഉണങ്ങിയിരിക്കും. ഇത് ഒഴിവാക്കാനായി ഈ ഏലയ്ക്ക തേപ്പ് യന്ത്രത്തിലിടുന്നു. ഇതിൽ നിന്ന് കായ് പുറത്തു വരുമ്പോൾ ഞെട്ടും പൂവും എല്ലാം വേർതിരിച്ച് നല്ല പച്ച നിറമുള്ള ഏലക്ക മാത്രമായി ലഭിക്കുന്നു. പച്ചനിറം നഷ്ടപ്പെടാതെ ചാക്കിൽ പ്ലാസ്റ്റിക് കവർ ഇട്ട് പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. CM മാത്യു എന്ന ഏലം കർഷകന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും സ്പൈസസ് ബോർഡിന്റെ നിർദ്ദേശങ്ങളും കൂടി ഒത്തുചേർന്നപ്പോൾ ഈ കർഷകന്റെ വിജയം അനായാസമായി. ഒരു വർഷം ശരാശരി 36 ടൺ ഏലയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് ഇതിനുദാഹരണമാണ്. സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഉയർച്ചയ്ക്ക് ചെറിയ തോതിലാണെങ്കിലും പങ്കുവഹിക്കാൻ സാധിക്കുന്നു എന്നതിൽ ഈ കർഷകന് അഭിമാനിക്കാൻ വക നൽകുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ പരിപാലനത്തിൽ പരിശീലനം. ബയോ കൺട്രോൾ ലാബിൽ മിത്ര ബാക്ടീരിയ സൗജന്യ നിരക്കിൽ. ജൈവവള ഉൽപാദനത്തിൽ പരിശീലനം. വാർത്തകൾ വിശദമായി. റബ്ബറിന്റെ നടീൽ രീതികൾ, പരിപാലനം, ഇടകൃഷി, കളനാശനം എന്നീ വിഷയങ്ങളിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയ് 3 നടക്കുന്ന പരിശീലനത്തിന് 400 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 50% ഫീസ് ഇളവ് ലഭിക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481-235-1313. മറ്റൊരു നമ്പർ 0481-235-3127. ഇമെയിൽ training@rubberboard.org.in. കരുനാഗപ്പള്ളി പുതിയകാവ് ചിറ്റുമൂലയിൽ പ്രവർത്തിക്കുന്ന കോക്കനട്ട് നഴ്സറിയിൽ WCT തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. തൈ ഒന്നിന് 75 രൂപ നിരക്കിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0476-262-0290.
സംസ്ഥാന ബയോ കൺട്രോൾ ലാബ് മിത്ര ബാക്ടീരിയയായ സ്യൂഡോമോണസ്, മിത്ര കുമിളുകളായ ട്രൈക്കോഡർമ, ബിവേറിയ, വെറ്റിസിലിയം എന്നിവ വിതരണത്തിന് തയ്യാറാക്കി. കാർഷിക വിളകളെ ബാധിക്കുന്ന കീടരോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ജൈവ നിയന്ത്രണ ഉപാധികളാണിവ. പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള ജൈവ കീടനാശിനികൾ 30 രൂപ മുതൽ 80 രൂപ നിരക്കിൽ വരെ ലഭിക്കും. സ്വാശ്രയ സംഘങ്ങൾക്കും വിവിധ ഏജൻസികൾക്കും ജൈവ നിയന്ത്രണ ഉപാധികളിൽ പരിശീലനം നൽകാനും ലാബ് സജ്ജമാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 237 4605. മിൽമയുടെ ലസ്സി വിപണിയിൽ. മാംഗോ, പൈനാപ്പിൾ എന്നിവയുടെ ഫ്ലേവറോടുകൂടിയ 200 മില്ലി ലസ്സിക്ക് 20 രൂപയാണ് വില. കൂടാതെ മിൽമ തൈര്, പേട, ഫ്ലേവേർഡ് മിൽക്ക്, ചോക്ലേറ്റ് തുടങ്ങിയവയും വിപണനം നടത്തുന്നുണ്ട്. മിൽമ തൈര്, സംഭാരം എന്നിവ ഇപ്പോൾ പേപ്പർ കപ്പുകളിലും ലഭ്യമാണ്. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 29-ാം തീയതി ജൈവവളങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9447 790268. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8600 രൂപ, കോഴിക്കോട് 9000 രൂപ, തൃശൂർ 8650 രൂപ. കൊപ്ര കൊച്ചി 5855 രൂപ, കോഴിക്കോട് 5900 രൂപ, തൃശൂർ 5935 രൂപ. കുരുമുളക് അൺഗാർബിൾ 68500 രൂപ, കുരുമുളക് ഗാർബിൾ 71500 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10200 രൂപ, ഈറോഡ് 10900 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14300 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 8600 രൂപ, കൊപ്ര 5855 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ, കുരുമുളക് അൺഗാർബിൾ 68500 രൂപ, കുരുമുളക് ഗാർബിൾ 71500 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ നാടൻ 12000 രൂപ, അടയ്ക്ക പുതിയത് 18000-നും 19000-നും മധ്യേ, ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് 190-നും 200-നും മധ്യേ, ജാതിക്കത്തൊണ്ടില്ലാത്തത് 375-നും 400-നും മധ്യേ, ജാതിപത്രി 550-നും 925-നും മധ്യേ, ഗ്രാമ്പു 725 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14300 രൂപ, ഒട്ടുപാൽ 10000 രൂപ, ലാറ്റക്സ് 11000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിലയിൽ വീണ്ടും ഉണർവ്. 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 400 രൂപയുടെ കുതിച്ചുചാട്ടവുമായി ഗാർബിൾഡ് മുളക് ഇന്ന് 71500 രൂപയിലേക്ക് കയറി. ലഭ്യത കുറഞ്ഞതിനാൽ ഉത്തരേന്ത്യക്കാർ ഉയർന്ന വില വാഗ്ദാനം ചെയ്തിട്ടും ഇടുക്കി, വയനാട് മേഖലകളിൽ നിന്ന് വിൽപ്പനക്കാർ കുറവാണ്. പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം കുറഞ്ഞത് നാളികേരോൽപ്പന്നങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമായി. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള പച്ചത്തേങ്ങ നീക്കം ശക്തമാണെങ്കിലും ഉൽപാദകർ കാര്യമായി കൊപ്ര വിൽപ്പനയ്ക്കിറക്കിയില്ല. സംസ്ഥാനത്തെ പ്രമുഖ മാർക്കറ്റുകളിൽ റബ്ബർ ക്ഷാമം രൂക്ഷമാണെങ്കിലും 2 ദിവസമായി വില ഉയർത്താതെ വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയാണ് ടയർ വ്യവസായികൾ. അതേസമയം മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. ഏലക്ക അവധി നിരക്കുകൾ ഉയർന്നിട്ടും ലേലകേന്ദ്രങ്ങളിൽ കാര്യമായ ആവേശം ദൃശ്യമായില്ല. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ 88 ടൺ ഏലക്കയുടെ കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ കിലോ 997 രൂപയിലാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 37.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 38.5, 28.9. കൊച്ചി 36.2, 25.9. ആലപ്പുഴ 37.9, 28.5. പുനലൂർ 37, 25. തിരുവനന്തപുരം 35.6, 28.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.